എല്ലാ സ്നേഹം നിറഞ്ഞ കൂട്ടുകാർക്കും, എല്ലാ ഇൻവെസ്റ്റേഴ്സിനും, എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമുക്ക് ചാർലി മുങ്കറിൻ്റെ വീഡിയോ സീരീസിലെ അടുത്ത പാർട്ടിലേക്ക് പോവാം. തൻ്റെ ജീവിതത്തിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റർ എന്ന നിലയിൽ ചാർലി മുൻകർ ഒരുപാട് പണവും അതുകൂടാതെ തൻ്റെ പേര് ഇൻവെസ്റ്റർ എന്ന രീതിയിലുള്ള നല്ലൊരു പേരും അദ്ദേഹം സമ്പാദിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഒരു മേഖലയിൽ അദ്ദേഹത്തിന് ധാരാളം അനുഭവങ്ങളും അറിവുകളും ആയിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ആർക്കും വരാനായിട്ട് സാധ്യതയില്ല. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം, ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് നമ്മൾക്കൊരു അടിസ്ഥാന ധാരണയുണ്ടെങ്കിൽ പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കും മികച്ചൊരു ഫിനാൻഷ്യൽ പ്രോഫിറ്റ് അഥവാ സാമ്പത്തിക ലാഭം ലഭിക്കുമെന്നും അറിയുന്നതാണ്. നമ്മൾ ഒരു ശരിയായ കമ്പനിയിൽ ശരിയായ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ തീർച്ചയായും ചില നേട്ടങ്ങൾ നമുക്കും ലഭിക്കുന്നതാണ്. അത് ഓരോ ഇൻവെസ്റ്റേഴ്സും ഇത് പ്രയോജനപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. ഏതെങ്കിലും ഒരു മേഖലയിൽ ബിസിനസ്സിൽ ലാഭം ലഭിക്കുന്നില്ലെങ്കിൽ ആ ജോലി ചെയ്യാൻ പിന്നീട് നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? തീർച്ചയായും ഇല്ല എന്നായിരിക്കും നമ്മുടെ എല്ലാവരുടെയും ഉത്തരം. ഇൻവെസ്റ്റ്മെൻറ്റ് ഈ അടിസ്ഥാന ആശയവുമായി ബന്ധപ്പെട്ട് ചാർലി മുൻകർ ജീവിതത്തെക്കുറിച്ച് വളരെ നല്ലൊരു കാര്യവും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിലെ ഓരോ വ്യക്തിയും പ്രതിഫലത്തിനായാണ് പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് പ്രതിഫലത്തിന് ഒരു വ്യക്തിയെ കൂടുതലായിട്ട് കഠിനാധ്വാനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ്. അതായത് അദ്ദേഹം പറയുന്നത്, ഒരു തൊഴിലാളിക്ക് ഒരു ദിവസം ജോലിക്ക് 1000 രൂപ ലഭിക്കുന്ന വിധം ഒരു മാസത്തെ അയാൾക്ക് 5 ദിവസത്തെ അവധി മാത്രമേ ലഭിക്കൂ എന്ന് കരുതുക. ആ തൊഴിലാളി ദിവസം മുഴുവൻ അവൻ്റെ സാധാരണ വേഗതയിൽ പ്രവർത്തിച്ചാൽ നിങ്ങളുടെ ജോലി ഒരു മാസത്തിനുള്ളിൽ പൂർത്തിയാക്കും. എന്നാൽ നിങ്ങളുടെ ജോലി ഒരു മാസത്തിന് പകരം 20 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോലി വേഗത്തിൽ പൂർത്തിയാക്കാൻ തൊഴിലാളികൾക്ക് ഒരു ദിവസം കൂടുതൽ സമയം കഠിനാധ്വാനം ചെയ്യേണ്ടി വരുമെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും വ്യക്തമായി അറിയാം. പക്ഷേ എങ്ങനെ അവരെ ഇത്രയും കഠിനമായ ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു? കുറച്ച് ജോലി ചെയ്താലും കൂടുതൽ ജോലി ചെയ്താലും അവർക്ക് ലഭിക്കുന്നത് ഒരുപോലെ 1000 രൂപ മാത്രമാണ്. അപ്പോൾ കഠിനാധ്വാനം ചെയ്താലും വെറും 1000 രൂപ മാത്രം അവർക്ക് ജോലി നൽകുന്നുണ്ട്. പിന്നെ എന്തിനാണ് അവർ നമ്മൾക്ക് വേണ്ടി അധിക ജോലി ചെയ്യുന്നത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഓരോ വ്യക്തിയും സ്വന്തം നേട്ടം കാണുന്നത് വരെ സ്വന്തം ലിമിറ്റ് ഒരിക്കലും തകർക്കില്ല. അതായത് 1000 രൂപ കിട്ടുന്ന തൊഴിലാളി ഒരു ദിവസം 1000 രൂപ കിട്ടുമെന്ന് വെച്ചിട്ട് ആ രീതിയിൽ തന്നെയായിരിക്കും അവൻ വർക്ക് ചെയ്യുക. പക്ഷേ നമ്മുടെ ജോലി 20 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ തൊഴിലാളികൾക്ക് നമ്മൾ 1000 രൂപയ്ക്ക് പകരം 1400 രൂപ നൽകണം എന്ന് പറഞ്ഞാലോ, അപ്പോൾ അവൻ്റെ കൂടുതൽ ഉത്സാഹഭരിതനായി അവൻ കൂടുതൽ ജോലി ചെയ്യാൻ പ്രേരിതനാവുകയും ആയിത്തീരും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ജോലി 20 ദിവസത്തിനുള്ളിൽ ചെയ്തു തീർക്കാനായിട്ട് കഴിയും. ഈ ഐഡിയ നമ്മുടെ ജീവിതത്തിൽ പലയിടത്തും പ്രയോഗിക്കാൻ സാധിക്കും എന്നാണ് ചാർലി മുങ്കർ പറയുന്നത്. അതായത് നമ്മളെ ദൈനംദിന ജീവിതത്തിൽ ഈ രീതി, അതായത് ചില ആളുകളുണ്ട്, ചില ആളുകൾ മിക്കവരും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒന്നുമില്ല, ഞാൻ തിങ്കളാഴ്ച മുതൽ ഈ കാര്യങ്ങൾ ചെയ്യും, അത് അല്ലെങ്കിൽ ജനുവരി 1-ാം തീയതി മുതൽ ഈ കാര്യങ്ങൾ ചെയ്യും. പുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ, അത് അതിരാവിലെ എഴുന്നേൽക്കുന്നതാവാം, നടക്കുന്നതാവാം, ആരോഗ്യപരമായ ജീവിതശൈലി പിന്തുടരുന്നതാവാം, ജിമ്മിന് പോകുന്നതാവാം, അല്ലെങ്കിൽ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് രീതി ചെയ്യുന്നതാവാം. അത് മനസ്സ് അതിയായ ആഗ്രഹിക്കുന്നു. പക്ഷേ നമുക്കൊരിക്കലും ഇതൊന്നും പരിപൂർണമായി നിറവേറ്റാൻ സാധിക്കുന്നില്ല. കാരണം എന്താ? കാരണം നമുക്കതിൽ പ്രോഫിറ്റ് ആയിട്ട് നമ്മൾ ഇതിന് കാണുന്നില്ല. അതാണ് കാര്യം. അതേസമയം ജിമ്മിൽ പോകുന്നതും ആരോഗ്യ ജീവിതശൈലി പിന്തുടരും, അതിനുള്ള എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നമ്മൾ ഈ തൊഴിലാളികൾക്ക് ദിവസം 1000 രൂപ കൊടുത്തിട്ട് ഒരു ദിവസം ചെയ്തതിന് പകരം 1400 രൂപ കൊടുത്ത് കൂടുതൽ ജോലി ചെയ്യിക്കുന്നത് പോലെ നമ്മൾ ഇതുപോലെയുള്ള പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് നമ്മൾക്ക് ഒരു ഗിഫ്റ്റ് നമ്മൾ തന്നെ നൽകുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതം മാറി മറിയും.